നിങ്ങൾ ടി വി കാണുന്ന സമയത്ത് പരസ്യം വരുമ്പോൾ തന്നെ എത്ര ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ കറക്റ്റ് 5 മണിക്ക് കട്ടാവുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ചാനലിലെ പരിപാടി കഴിഞ്ഞിട്ടല്ല, പരിപാടി നടന്നുകൊണ്ടിരിക്കും, പക്ഷേ ചാനൽ കട്ടാവും. പിന്നെ അടുത്ത ദിവസം രാവിലെ ഈ ചാനൽ വീണ്ടും നിങ്ങൾക്ക് കിട്ടുള്ളൂ, പക്ഷേ വൈകുന്നേരം 5 മണിയായി വീണ്ടും അത് കട്ടാവും. ഇത് ഞങ്ങൾ 90s കിഡ്സിന് ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇതൊന്നും പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് തന്നെ തോന്നിപ്പോവും. അതാണ് DD മെട്രോ എന്ന് പറയുന്ന ചാനൽ. ആദ്യമൊക്കെ നമ്മുടെ വീട്ടിൽ ആകെ 2 ചാനലേ ഉള്ളൂ. ഒന്ന് ഡൽഹിയിൽ നിന്നുള്ള DD നാഷണലും പിന്നെ തിരുവനന്തപുരത്തു നിന്നുള്ള DD മലയാളവും. ഇതിന് രണ്ടിനും കൃത്യമായ ഒരു ടൈമിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ആ ചാനലിൽ പരിപാടിയില്ല. അല്ലാതെ പ്രോഗ്രാമിൻ്റെ ഇടയിൽ ചാനൽ കട്ടാവുന്നതല്ല, ഇത്ര മണി കഴിഞ്ഞാൽ പിന്നെ പരിപാടിയില്ല. അപ്പോൾ വെറുതെ ബ്ലാങ്ക് ആയിട്ടുള്ള പല കളറിലുള്ള ഇങ്ങനെ ഒരു സ്ക്രീൻ അതിൽ കാണിക്കും. പിന്നെ അടുത്ത ദിവസം എപ്പോഴാണോ സംരക്ഷണം തുടങ്ങുന്നത് അപ്പോഴാണ് നമുക്ക് അടുത്ത പരിപാടി ടി വിയിൽ കാണാൻ പറ്റുക. അല്ലാതെ എപ്പോൾ ടി വി ഓണാക്കിയാലും ഈ ഒരു സ്ക്രീനേ നമുക്ക് കാണാനുണ്ടാവുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക, ആകെയുള്ളത് ഒരു ചാനൽ, അതിലും ചില സമയത്ത് എന്തെങ്കിലും പരിപാടി തന്നെയുള്ളൂ. ഇപ്പോൾ എല്ലാ ചാനലിലും എല്ലാ സമയവും പരിപാടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കൊരു പുതിയ ചാനൽ കിട്ടുന്നത്, DD മെട്രോ. DD മെട്രോ ഹിന്ദി ചാനലാണ്, പക്ഷേ അവിടെ കുറച്ചുകൂടെ എൻ്റർടൈൻമെൻ്റ് ഉള്ള പരിപാടികളുണ്ട്. പക്ഷേ അതിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പരിപാടി 4:55-നുള്ള കാർട്ടൂണാണ്. നമ്മൾ സ്കൂൾ വിട്ട് വീട്ടിലെത്തി ചായ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ടൊരു കാർട്ടൂൺ. അതാണെങ്കിൽ തിങ്കൾ മുതൽ വെള്ളി വരെ പല പല പരിപാടികളാണ്. തിങ്കളാഴ്ചത്തെയും ബുധനാഴ്ചത്തെയും എപ്പിസോഡിൽ 3 കാർട്ടൂൺ ഉണ്ടാവും. 10 മിനിറ്റിന് 3 കാർട്ടൂൺ. അതിൽ ഡൊണാൾഡ്, മിക്കി, പ്ലൂട്ടോ, അങ്ങനെ ഡിസ്നിയുടെ ക്യാരക്ടേഴ്സിൻ്റെ ചെറിയ കാർട്ടൂണുകൾ. ചൊവ്വാഴ്ച ടെയിൽ സ്പിന്നാണ്. ബാലു എന്ന് പറഞ്ഞൊരു കരടി സീപ്ലെയിൻ പറത്തുന്ന കാർട്ടൂണാണ്. നല്ല എൻ്റർടൈനിങ് ആണ് പരിപാടി. വ്യാഴാഴ്ച ഡക്ക് ടെയിൽസ് ആണ്. ഡൊണാൾഡും അയാളുടെ 3 അനന്തരവന്മാരും സ്ക്രൂജും ഒക്കെ വരുന്ന അത്തരം കാർട്ടൂണാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വെള്ളിയാഴ്ച ചിപ്പ് ആൻഡ് ഡെയിൽ, 2 അണ്ണാന്മാരുടെ കഥയാണ്. സോ ഇങ്ങനെ 4:55 തൊട്ട് 5:25 വരെ അരമണിക്കൂർ കാർട്ടൂൺ. അടിപൊളി, നമുക്ക് ആ പ്രായത്തിൽ കാണാൻ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള പരിപാടി. പക്ഷേ അവിടെയാണ് പ്രശ്നം, ഈ ചാനൽ വൈകുന്നേരം 5 മണി വരെ ഉള്ളൂ. സോ നമ്മൾ വീട്ടിലെത്തി ഈ ചാനൽ ഓണാക്കി 4:55-ന് ആദ്യത്തെ ഓപ്പണിംഗ് ഇൻട്രോ സോങ് ഒക്കെ കഴിഞ്ഞ് 1 മിനിറ്റ് അങ്ങനെ പോകും. അത് കഴിഞ്ഞ് കാർട്ടൂൺ അങ്ങനെ തുടങ്ങി ഒന്ന് രസിച്ച് വരുമ്പോഴേക്കും ചാനൽ കട്ടാവും. അതായത് കൊതിപ്പിച്ച് കടന്നു കളയുക എന്ന് പറഞ്ഞാൽ ലിറ്ററലി അതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. സോ അന്ന് ഈ കാർട്ടൂൺ കാണാനുള്ളൊരു കൊതി എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നറിയാം, അത് കാണാൻ തുടങ്ങുന്നു, പക്ഷേ ചാനൽ കട്ടാവുന്നു, ബാക്കി നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആ ഒരു ഫീലൊന്ന് ആലോചിക്കുകയെ, ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. പക്ഷേ 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നും വൈകിട്ട് അതിരുന്ന് കാണുമായിരുന്നു. അപ്പോൾ ഈ 10 മിനിറ്റിൻ്റെ എപ്പിസോഡൊക്കെ കുറച്ച് കാണാമല്ലോ നമുക്ക്, ബാക്കി എന്തായിരിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ സങ്കല്പിച്ച് നോക്കും. ഈ കഥ ഇങ്ങനെയായിരിക്കും അവസാനിക്കുക, ഇത് കഴിഞ്ഞ് ഇതായിരിക്കും സംഭവിക്കുക എന്നൊക്കെ സ്വയം ഇങ്ങനെ സങ്കല്പിച്ചൊക്കെ നോക്കും. അതോടൊപ്പം പകൽ സമയത്ത് DD മെട്രോയിൽ ഇവരെ വൈകുന്നേരത്തെ സീരിയലുകളുടെയൊക്കെ പരസ്യം വരും. ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അവിടെ കുറേ പരിപാടികളുണ്ട് എന്നുള്ള പരസ്യം നമുക്കറിയാം, പക്ഷേ പ്രൈം ടൈം ആകുമ്പോഴേക്കും വൈകിട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഈ ചാനൽ കിട്ടാനില്ല. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് ഈ ചാനൽ ഫുൾ ടൈം ആയി. സോ അന്ന് കിട്ടിയൊരു സന്തോഷമുണ്ടല്ലോ, കാരണം നമുക്ക് വൈകുന്നേരത്തെ കാർട്ടൂൺ മുഴുവൻ കാണാം. അങ്ങനെ 4:55 മുതൽ 5:25 വരെ എന്നും വൈകിട്ട് കാർട്ടൂൺ കാണുന്നത് സ്റ്റാർട്ട് ചെയ്തു. സോ DD മെട്രോ എന്ന ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങൾ കമൻറ്റിൽ ഷെയർ ചെയ്യൂ. നമ്മൾ 90s കിഡ്സിൻ്റെ പവർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കാണിക്കൂ. പിന്നെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കാര്യം പറയാൻ വേണ്ടി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.